ആൾക്കൂട്ട കൊലകളുടെ സംസ്ഥാനമാക്കി കേരളത്തെയും മാറ്റാൻ ശ്രമിക്കുകയാണ് RSS. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ മണ്ണ് അതിൻ്റെ മണ്ണല്ല. RSSൻ്റെയും BJPയുടെയും ഫാസിസ്റ്റ് ആക്രമണത്തിൻ്റെ വേദിയായി കേരളത്തെ മാറ്റാമെന്ന് RSSോ BJPയോ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളം അത് വെച്ച് ഉറപ്പിക്കാൻ പോകുന്നില്ല. എല്ലാ കേരളീയരും, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, എല്ലാ സാമൂഹിക സാംസ്കാരിക ബോധവും ചേർന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ പറയുന്നു, ആൾക്കൂട്ട കൊലയുടെ നാടായി കേരളം മാറില്ല. മാറ്റാമെന്ന് ഒരു വ്യാമോഹവും RSSന് വേണ്ട, BJPക്കും വേണ്ട. ഈ വ്യാമോഹമൊന്നും വെറുതെയല്ല. ഇന്നലെയാണ് RSSൻ്റെ അധിപൻ സർസംഘ് ചാലക് മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്ന്. ഇതാദ്യം പറയുകയല്ല, പക്ഷെ ഇപ്പോൾ ഇത് പറയുമ്പോൾ അതിന് പ്രത്യേക അർത്ഥമുണ്ട്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്ന് ഇപ്പോൾ പറയുക വഴി RSSൻ്റെ അജണ്ട എന്തെല്ലാമാണെന്ന് ഗൗരവമായി പരിശോധിക്കണം. ഒന്നുറപ്പാണ്, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമല്ല. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. സെക്യുലർ കൺട്രിയാണ്, സെക്യുലർ സ്റ്റേറ്റാണത്. അതാണ് ഭരണഘടനയിലെ 1-ാമത്തെ ഭാഗത്ത് പ്രിയാമ്പിളിൽ നമ്മൾ കൃത്യമായി പ്രഖ്യാപിച്ചത്. ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എ സെക്യുലർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ പ്രഖ്യാപനം മാറ്റിയിട്ടില്ല, മാറ്റാൻ പറ്റുകയുമില്ല. പ്രിയാമ്പിൾ ഭരണഘടനയുടെ അവിഭാജ്യമായ ഭാഗമാണ്. ആ പ്രിയാമ്പിളിൻ്റെ അവിഭാജ്യമായ ഭാഗമാണ് ഈ പറയുന്ന സെക്യുലർ കൺസെപ്റ്റ്, സെക്യുലറിസം അഥവാ മതനിരപേക്ഷത. അതിൻ്റെ മേൽ കൈവയ്ക്കാനാണ് RSSൻ്റെ സർസംഘ് ചാലക്കിൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാർ ഒരു ഭാഗത്ത് ആശയപരവും രാഷ്ട്രീയവുമായ ശ്രമങ്ങൾക്ക് ഇപ്പോൾ ആക്കം കൂട്ടുന്നത്. അതിൻ്റെ ചുവടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് RSSൻ്റെ ഗുണ്ടാ സംഘങ്ങൾ നാട്ടിലെമ്പാടും അവർക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാവരെയും ഓരോ ന്യായം പറഞ്ഞുകൊണ്ട് തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത്. വാളയാറിലെ കൊലപാതക സംഘം ആ പാവം തൊഴിലാളിയെ തല്ലിക്കൊന്നപ്പോൾ ആക്രോശിച്ചത് നീ ബംഗ്ലാദേശിയല്ലേ എന്നാണ്. ഇതെല്ലാം വെറും ജൽപ്പനങ്ങളല്ല. ഇതിൻ്റെ എല്ലാം അടിയിൽ വളരെ ആപത്ത് നിറഞ്ഞ താല്പര്യങ്ങളുണ്ട്. അത് ആപത്കരമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു. അതുകൊണ്ട് LDF ഗവൺമെൻറ് അത്തരം ശക്തികളോട് ഒരിക്കലും വിട്ടുവീഴ്ച കാണിക്കില്ല. എത്രയും വേഗം കുറ്റക്കാരെല്ലാം ശിക്ഷിക്കപ്പെടും. പ്രതിജ്ഞാബദ്ധമാണ് ഗവൺമെൻറ്റെന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി ആ കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. റവന്യൂ മന്ത്രി ഇന്ന് രാവിലെ തൃശ്ശൂരിൽ വെച്ച് ആ കുടുംബത്തെ കണ്ട് ഗവൺമെൻറ്റിൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ജീവിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ RSSൻ്റെ കൈകളാൽ മരണപ്പെട്ട ആ തൊഴിലാളികളുടെ കുടുംബത്തോടൊപ്പമാണ്. ആ ബോഡി നാട്ടിലെത്തിക്കാനും അർഹതപ്പെട്ട നഷ്ടപരിഹാരം കൊടുക്കാനും ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണെന്നും
മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു, ഇത് കേരളമാണ്. ഈ കേരളത്തിൽ RSSൻ്റെ ഇത്തരം പേക്കൂത്തുകൾ വിലപ്പോകാൻ പോകുന്നില്ല.